ഹലോ ഹായ് അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇത് ചെറിയൊരു മിനി വ്ളോഗ് പോലെയാണ്. ഞാൻ ഇന്ന് കായംകുളത്താണുള്ളത്. അപ്പം എയ്ഡൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ഗേൾസ് ഓൺലി ക്യാമ്പസിൽ ഒരു ഇൻസ്പിറേഷൻ സെഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മോട്ടിവേഷൻ സെഷൻ പോലെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ടൈം അവർ എനിക്ക് താങ്ക്ഫുള്ളി തന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് കുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കൺസേൺസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് ഒക്കെ അതൊന്ന് ജസ്റ്റ് മൈൻഡ്ലി മാറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ റിപ്പീറ്റും കഴിഞ്ഞിട്ടാണ് ഇപ്പം കയറിയിട്ടുള്ള MBBS. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ജേർണിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അല്ല, അപ്പം ഞാൻ യൂസ് ചെയ്ത ടിപ്സ് ട്രിക്സ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അങ്ങനെ സ്റ്റുഡൻസിനോട്, നല്ല സ്റ്റുഡൻസ് ആണ്, ഗേൾസ് ഓൺലി ക്യാമ്പസ് തന്നെയാണ്. അപ്പൊ അവരോട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ചാൻസ് തന്നെയാണ്. അപ്പൊ താങ്ക് യു എയ്ഡൻ ഗാർഡൻ ഫോർ ഇൻവൈറ്റിംഗ് മീ. നമുക്ക് ആ ക്യാമ്പസിലേക്ക് ഇന്ന് പോവാം. അണ്ടർ ഗ്രാജുവേറ്റ്സ്, അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ PG സ്റ്റുഡൻസ് ആവാം. ഈ UG-ൽ തന്നെ 5 വർഷത്തിൽ 4 വർഷം നമുക്ക് കോഴ്സും പിന്നെ 1 വർഷം ഇന്റേൺഷിപ്പ്, HS ഹൗസ് സർജൻ വരും. ഇതിൽ കാണിച്ച കുറെ പേരും ഹൗസ് സർജൻസ് ആയിട്ടാണ് ഉള്ളത്. അവിടെ ആയിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരിക. ഇപ്പൊ ഇത് കണ്ടില്ല, ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. ഫസ്റ്റ് ആരെ കയ്യിലാണ് ഈ പേഷ്യന്റ് എത്തുന്നത്? നമ്മുടെ കയ്യിലായിരിക്കും. HSമാരല്ലെങ്കിൽ PG സ്റ്റുഡൻസിന്റെ കയ്യിലാണ് ഈ പേഷ്യന്റ് എത്തുന്നത്. അപ്പൊ നമ്മളാണ് ആദ്യത്തെ പ്രൈമറി ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് നമ്മളായിരിക്കും. ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാനുള്ള കാരണം, ആ ഒരു മുറിവൊക്കെ കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ മുഖമൊക്കെ മാറി, കുറെ ആൾക്കാർ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഇതാണ് റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഇങ്ങനെയാണ് നിങ്ങളൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ട് പോകുമ്പോൾ കാണാം. എപ്പോഴും നമ്മൾ ഡോക്ടർ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എങ്ങനെ വിചാരിക്കാം, ഒരു ക്ലിനിക്ക് നല്ലൊരു റൂം, AC ഉള്ളൊക്കെ റൂം, അവിടെ ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ടാവും, സെറ്റപ്പ് ഫുള്ള് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വൈറ്റ് കോട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാവും. ആ ഒരു പേഷ്യന്റ് വരും, ആ പേഷ്യന്റിനോട് നല്ലോണം സംസാരിച്ച് ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ എടുത്ത് സംസാരിച്ച്, ചില ഡോക്ടേഴ്സിന് അടുത്ത് പോയാൽ നമുക്ക് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ അസുഖം മാറുന്ന പോലെ ഫീൽ ചെയ്യില്ലേ? ആ ഒരു ഫീലിൽ നമ്മൾ എപ്പോഴും അവിടെ പോയി നമ്മളോട് എല്ലാ വിശേഷങ്ങളും ചോദിച്ച് സംസാരിച്ച് നമ്മുടെ അസുഖം തന്നെ മാറ്റി മരുന്ന് ഇതൊരു രീതിയായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല റിയൽ മെഡിക്കൽ ലൈഫ്. മെഡിക്കൽ സ്റ്റുഡന്റ് ലൈഫ് ആവട്ടെ, നഴ്സിന്റെ ലൈഫ് ആവട്ടെ, അവരൊക്കെ ആവട്ടെ ആർക്കും ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല, ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല, അത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ പ്ലേ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതാണ് റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഇത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നീറ്റ് എക്സാമിനേഷൻ ലാസ്റ്റ് പറയാം. അതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. അതിന്റെ മുന്നേ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. എക്സാം ലാസ്റ്റ് ചെയ്തതിന്റെ കാര്യമല്ലേ. ഫസ്റ്റ് നമുക്ക് ഡ്രീം. നിങ്ങൾ എല്ലാവരും ഡ്രീം എന്താണ്? ടു ബിക്കം എ ഡോക്ടർ. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതാണോ ഡ്രീം, അത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണോ ഡ്രീം? ഉണർന്നിരിക്കുവാണോ? നമ്മൾ എപ്പോഴാണോ ഉണർന്നിരുന്ന് ഭാവിയിൽ അല്ലെ ഫ്യൂച്ചറിൽ നമ്മൾ എവിടെയാണോ നമ്മൾ കാണുന്നത്, അതാണ് നമ്മുടെ ഡ്രീം. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. വർക്ക് ചെയ്യാൻ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട്? എല്ലാവരും കൈ പൊക്കും. എന്നിട്ട് നിങ്ങളൊക്കെ രാവിലെ എഴുന്നേച്ചിട്ട് എത്ര നേരം പഠിക്കും? അതിലൊരു ബിസ്ക്കറ്റ്, ഒരു കുഞ്ഞു പാക്കറ്റ് ബിസ്ക്കറ്റ് അല്ല 2-3 ബിസ്ക്കറ്റ് അവിടെ തരുന്നത്. അതെടുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റഡി ഹാളിൽ പോവാം. അപ്പൊ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേക്കുമ്പോൾ നല്ല വിശപ്പല്ലേ, എഴുന്നേക്കുമ്പോൾ തന്നെ നല്ല വിശപ്പാ. അതെടുത്തിട്ട് സ്റ്റഡി ഹാളിൽ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ഇരുന്നിട്ട് റിവിഷൻ തുടങ്ങും. റിവിഷൻ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കോളേജസ്. ഇതാണ് എയിംസ്, ഡൽഹി എയിംസ്. വൺ ഓഫ് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായി, എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാം. നിങ്ങളെല്ലാരും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇടയ്ക്ക് വീട്ടിലിപ്പോ ഡൗൺ ആവുന്ന നഴ്സിംഗ് ഉണ്ടാവും. നന്നായിട്ട് ചിലപ്പോ വേണ്ട പോവാന്ന് വിചാരിക്കുന്ന നഴ്സിംഗൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ടൈമിലും നിങ്ങൾ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ കാണാൻ വേണ്ടി ശ്രമിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും അതിനു വേണ്ടി അപ്പൊ നിങ്ങൾ താനേ വർക്ക് ചെയ്തോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം കൊണ്ടുവന്ന് ആക്കിയ 10-10ലെ മാർക്കിനേക്കാളും അവൾ മാക്സിമം 10ലേക്ക് ഇത്തിരി കുറച്ച് ഒന്ന് ബാക്കിലോട്ടായിരുന്നു. കാരണം പുറത്ത് കുട്ടികളായിട്ടുള്ള ഒരു ഇതും പുറത്ത് സ്കൂളിലൊക്കെ പുറത്ത് പോകുന്നുള്ളത്. പക്ഷെ ഇവിടെ ആയപ്പോഴത്തേക്കും പഠിത്തം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചല്ലാത്ത ഇതുകൊണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് അവരെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും
അറിയുന്ന കുട്ടികൾക്ക് ചോദിച്ചും ഒക്കെയുള്ള പഠിത്തമായപ്പോൾ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന നല്ല റിസൾട്ട് തന്നെയാണ്. സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും മാർക്ക്. ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ പറയാം? ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഫുഡൊക്കെ കറക്റ്റ് എല്ലാം ഫുഡും കുട്ടികളോട് 10 മണിക്ക് ഉറങ്ങാൻ പറഞ്ഞാലും അവർ ചിലപ്പോൾ കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 11 മണി അത് പുറത്ത് ആവും എന്ന് പറയും. കാരണം കുട്ടികളായിട്ടുള്ള ആ ഒരു അവർക്ക് തന്നെ ഇപ്പം തോന്നുന്നുണ്ട് പഠിക്കണം. വീട്ടിൽ വന്നാലും തിരിച്ചിങ്ങോട്ട് വരാനാണ് അവർ ഇതാവുന്നത്. പിന്നെ കുട്ടികളടുത്തുള്ള ഇതായിട്ട് ആരും നിർബന്ധിക്കണം. അവിടെ തന്നെ അവരുടെ തുണിയൊക്കെ എടുത്ത് വെച്ചു പഠിക്കാനായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ വീട്ടിൽ വന്നാലും ഇവിടെ സാധാരണ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കണം, ഉറങ്ങലാണ് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. വന്നിട്ട് വീട്ടിൽ വരും ദിവസങ്ങൾക്കുള്ള പാഠം അവിടെ നിന്ന് പഠിച്ചിട്ട് സമയം കളയാറില്ല. സമയം കളയാതെ അത് ഉപയോഗപ്പെടുത്തി പഠിക്കാറ്. കിടക്കുമ്പോൾ തന്നെ 2 മണി 2:30 മണി ആവുന്നവരെ ചിലപ്പോൾ നൈറ്റ് കാണും. പഠിത്തത്തിൽ എല്ലാം തുറന്നു വെച്ചിട്ട് ഉള്ളത് എന്തായാലും പോസിറ്റീവ് തന്നെയാണ്. ഏതൻ ഗാർഡൻസ് ഇന്റർനാഷണൽ ഗേൾസ് ക്യാമ്പസ് കായംകുളം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ്ലാമിക് റിലീജിയസ് എഡ്യൂക്കേഷൻ പ്ലസ് നീറ്റ് കോച്ചിങ് ആണ്. നമ്മുടെ പെൺകുട്ടികളെ നാളത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറെടുപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് നമുക്കിവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് റിലീജിയസ് ആണെങ്കിലും നീറ്റ് പ്രിപ്പറേഷനിലാണെങ്കിലും എല്ലാ മേഖലയിലും, അതായത് നമ്മളുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാത്തരം കഴിവുകളും തെളിയിച്ച അധ്യാപകരെയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. സോ നമ്മളുടെ ക്യാമ്പസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിരുന്നു. എനിക്ക് തന്നെ എല്ലാവർക്കും ആണെങ്കിലും ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് കുഞ്ഞിലോട്ടുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ഇത് കാണിച്ച വീഡിയോ ആണെങ്കിലും എല്ലാം ഭയങ്കര മോട്ടിവേഷനാക്കി. ഇപ്പോൾ ഡോക്ടർ അങ്ങനെ തന്നെ ഉള്ളൊരാഗ്രഹം ഭയങ്കര കട്ടയ്ക്ക് മനസ്സിൽ പിടിച്ചിരിക്കുന്ന ഒരിതാണ്. അപ്പം ഇത് ആ ഒരു ഇസ്ലാമിക്കും എല്ലാം ഇപ്പം ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക്കിനോടൊപ്പം പോകുന്നൊരു ഡോക്ടർ എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പം നമ്മളും ആ ഒരു ഇതിൽ കൂടെ വന്നപ്പം നമ്മൾ വന്നപ്പോൾ വിചാരിച്ചത് ഭയങ്കര ജാടയാ മറ്റേതാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് പൊളിയാണ്, മാസാണ്. സത്യം പറയാലോ, മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ഒരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ മോട്ടിവേഷനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പൊളിയായിട്ട് തോന്നിയത് ഈ മോട്ടിവേഷൻ. യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കുറേ ഇൻസ്പയർ. പക്ഷേ നേരിട്ട് കാണുമ്പോൾ എന്താവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് ഞങ്ങൾ ചോദിക്കാൻ ഞാൻ കുറേ എത്തി പറഞ്ഞു തന്നു. ഈ 2 വർഷം അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന പിന്നെ നമ്മുടെ അടുത്ത് എല്ലാ എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നു, അതിൻ്റെ എക്സ്ട്രാ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു വൈബ് ഇതായിരുന്നു. ടൈം പോയതേ അറിഞ്ഞു. ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് പോവണ്ടെന്ന് പറഞ്ഞിരുന്ന പിള്ളേർ എന്നെ ഇത്തിയുടെ ആ ഒരു വാക്ക് കേട്ട് എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് കിട്ടിക്കൂടെ, എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ചിലവരൊക്കെ ഫസ്റ്റ് നീറ്റ് ക്രാഷിന് പോയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടോ പിന്നെ അത് വിടാമെന്ന് പറഞ്ഞ് പലവരും നിൽപ്പുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. പക്ഷേ വന്നിട്ട് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് മനസ്സിലായതും പിന്നെ ആ ഒരു എയിം നല്ല കട്ടയ്ക്ക് മനസ്സിൽ ഉറപ്പിച്ചതൊക്കെ. അടുത്ത സെഷനൊക്കെ കഴിഞ്ഞു. അപ്പം ഐ ഫീൽ സോ ഹാപ്പി. ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആയിരുന്നു. ഇനി ഫ്യൂച്ചറിലും ഇങ്ങനത്തെ കുറച്ച് സെഷനൊക്കെ കിട്ടട്ടെ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, നമുക്കറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ, അതൊക്കെ ഉണ്ടാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഈഡൻ ഗാർഡൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദ സെഷൻ. ഇനിയും ഫ്യൂച്ചറിൽ റിസൾട്ട്സ് ഉണ്ടാവട്ടെ, നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവട്ടെ ഇവിടുന്ന്. So thank you so much for watching this video and bye.